ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണത്തിൽ അതൃപ്തിയുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ധാരണാപത്രം മരവിപ്പിക്കണമെന്നാണ് കത്തിലെ ആവശ്യം. മന്ത്രിസഭാ തീരുമാനമനുസരിച്ചാണ് കരാർ മരവിപ്പിക്കുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സബ് കമ്മിറ്റിയെ നിയോഗിച്ച കാര്യവും കത്തിലുണ്ട്. സബ് കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതുവരെ സംസ്ഥാനം പദ്ധതിയുമായി മുന്നോട്ടു പോകില്ലെന്നാണ് കേന്ദ്രത്തിന് അയക്കുന്ന കത്തിൽ പറയുന്നത്. മന്ത്രിസഭാ തീരുമാനത്തോട് കേന്ദ്രം സഹകരിക്കണമെന്നും കത്തിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറി കെ ജയതിലക് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് അയക്കാനിരുന്ന കത്തിലെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരണം നടത്തി. PM ശ്രീയിൽ കേന്ദ്രം കത്തയച്ചതിന് പിന്നാലെ LDFന്റെ രാഷ്ട്രീയം എന്താണെന്ന് CPIക്ക് അറിയാമെന്നായിരുന്നു ബിനോയ് വിശ്വം പ്രതികരിച്ചത്. CPIM എന്തെല്ലാം ചെയ്യുമെന്ന് CPIക്ക് അറിയാം. ഇത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണ്. CPIക്കും CPIMനും ഈ വഴിയല്ലാതെ മറ്റു വഴികളില്ല. ഇത് RSS അജണ്ടയ്ക്ക് എതിരായ വിജയമാണ്. LDFൽ എല്ലാവർക്കും അഭിമാനമുണ്ട് എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. എന്നാൽ ഈ പ്രതികരണം തൃപ്തികരമല്ല എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടുവെന്നും കത്ത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമല്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. വിഷയത്തിൽ ആരെങ്കിലും ഇടപെട്ടതുകൊണ്ട് ഒരു കൂട്ടരുടെ പരാജയവും മറ്റൊരു കൂട്ടരുടെ വിജയവുമായി വിശ്വസിക്കുന്നില്ലെന്ന് ശിവൻകുട്ടി പറഞ്ഞു. ജവഹർലാൽ നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് അയച്ച കത്താണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കത്ത്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണെന്ന നിലയിലും ചിലർ വിലയിരുത്തുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയം നന്നായി CPIMന് അറിയാം. SSI ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ്. അത് ആരുടെയും ഔദാര്യമല്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. RSSനെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് മാത്രമേ ഉത്തരവാദിത്തം ഉള്ളൂവെന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇരു നേതാക്കളും തമ്മിലുള്ള മുന്നണി പോര് LDFന് തിരിച്ചടിയാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്.